വേദനകളും നഷ്ടങ്ങളും മാത്രം നിറഞ്ഞല്ലേ ഒരു പ്രവാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയാമോ? യുവത്വത്തിൽ വരുന്ന ഒരു പ്രവാസി അവന്റെ പ്രവാസം നിർത്തുമ്പോഴേക്കും അവനൊരു വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് അവൻ അറിഞ്ഞു തന്നെ കാണില്ല, അല്ലെ? അവന്റെ വീട്ടുകാരെയും അവന്റെ പ്രിയതമയെയും അവൻ മിങ്കിൾ ചെയ്യുന്ന ടൈം വളരെ കുറവായിരിക്കും, അല്ലേക്കാം? കാരണം അവൻ കുടുംബത്തിന് വേണ്ടി നെട്ടോട്ടോടാണ്. എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള നെട്ടോട്ടത്തിന്റെ ഇടയിൽ അവന്റെ കുടുംബത്തിനെ പറ്റിയും അവന്റെ പ്രിയതമയെ പറ്റിയും അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈമിനെ പറ്റിയും ഒന്നും അവന് അവയറല്ല. ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മുടിയിൽ നേരെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെ? ഇനി ഒരു മക്കളാണെങ്കിൽ, ചെറിയ മക്കള് ഒന്ന് പ്രഗ്നന്റ് ആയിട്ടായിരിക്കും വരുന്ന ആ കുഞ്ഞു പൈതലിനെ ഒന്ന് കൈയേറ്റി വാങ്ങാൻ പോലും കഴിയാത്തവനാണ് ഒരു പ്രവാസി, അല്ലെ? ആ ഒരു പ്രവാസം കഴിഞ്ഞ് അവൻ എത്തുമ്പോഴേക്കും ആ ഒരു കുട്ടിയുടെ കൊഞ്ചല്, ലാളന എന്നുള്ളതൊക്കെ ഫോണിലൂടെ മാത്രം നോക്കി കാണാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവനാണ് ഒരു പ്രവാസി. ഇതൊക്കെ തന്നെയല്ലേ നഷ്ടങ്ങൾ. എന്തിലേറെ പറയുന്നു, തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ രോഗശീലയിൽ കിടക്കുമ്പോൾ അവൻ ആലോചിക്കുന്നത് എന്റെ പൈസ, എന്റെ പണം ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു രോഗശീലയിൽ പലപ്പോഴും കാണാനും കഴിയാറുണ്ട്.